അതുപോലെ ഇന്ന് തന്നെ ആരോപണങ്ങൾ വന്നു. ജഡ്ജിയെക്കുറിച്ച് ഒരാൾ പറയുന്നത് ദിലീപ് കോടതിയിൽ കയറിയപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നാണ് പറയണേ. അത് ദിലീപല്ല, ഈ ജഡ്ജി 11 മണിയാകുമ്പോൾ കയറി വരിക, അല്ലെങ്കിൽ 11 മണി കഴിഞ്ഞിട്ട് ഒരു 11:30 മണിക്കോ, അത് കോടതി ചിലപ്പോൾ ഇന്നത്തെ എത്ര മണിക്കാണ് കയറിയെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല കോടതിയിൽ. അപ്പോൾ 11 മണിക്ക് കയറിയിട്ടുണ്ടാവാം. അപ്പോൾ 11 മണിക്ക് കയറി വരുമ്പോൾ ആ സമയത്തായിരിക്കും ജഡ്ജി കയറി വരുന്ന സമയത്തായിരിക്കും ദിലീപും കയറി വന്നിട്ടുണ്ടാവുക. ഈ ദിലീപല്ല, ഏത് പ്രതി വന്നു കഴിഞ്ഞാലും ബലാത്സംഗ കേസ് പ്രതിയാണെങ്കിൽ ശരി, കൊലക്കേസിൽ പ്രതിയാണെങ്കിൽ ശരി, ജഡ്ജി ഈ പ്രതികളെ ഉൾപ്പെടെ ഇങ്ങനെ തൊഴുത് കാണിക്കും. അത് ജഡ്ജി ദിലീപിനെ കണ്ടു തൊഴുന്നല്ല, അത് കോടതിയുടെ ഒരു കീഴ്വഴക്കമാണത്. അതിനെ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആരോ പറയുന്നുണ്ട്, പ്രതി വന്നപ്പോൾ ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി ചാടി എഴുന്നേറ്റ് നിന്നു, പിന്നെ ആ ജഡ്ജിയിൽ നിന്ന് എങ്ങനെ മറ്റൊരു വിധി പ്രതീക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ രീതിയിലേക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ അതുപോലെ അഭിഭാഷകർ തന്നെ ഈ ജഡ്ജിമെൻറ്റ് വന്ന ശേഷം എരയോടൊപ്പം നിന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എരയോടൊപ്പം എങ്ങനെ നിൽക്കാൻ പറ്റും? തെളിവുണ്ടെങ്കിലല്ലേ. കോടതിയെ സംബന്ധിച്ചോളം അതുപോലെ പ്രോസിക്യൂഷൻ സംബന്ധിച്ചോളം എരയോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല അവരുടെ കടമ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കുക, അത് കഴിഞ്ഞ ശേഷം അവർ ശിക്ഷിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്വം തെളിവ് കൊടുക്കേണ്ടത് പോലീസിൻ്റെയാണ്. അത് സ്റ്റേറ്റ് മെഷീനറിയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കാര്യങ്ങളിൽ കോടതി നിസ്സഹായ അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോടതിയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രോസിക്യൂട്ടറെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ആ പോലീസാണ് കൃത്യമായ അന്വേഷണം നടത്തി തെളിവുകൾ കൊണ്ടുവന്ന് ഹാജരാക്കേണ്ടത്. ഈ കേസിൽ തന്നെ ഈ പ്രോസിക്യൂട്ടർമാർ പറയുന്നത് കേൾക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അവരെ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് വരെ പോയി. കാരണം അവർക്ക് കേസ് പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നിയതുകൊണ്ടാണ് രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് അവർ തന്നെ മാറിപ്പോയത്.